അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് 257 മുതലുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സാർ 257 ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കെ. എന്താണ് റിക്വയർമെന്റ്? വിച്ച് ടു ഓഫ് ദ പ്രൊഡക്ട്സ് ഷുഡ് ബി പ്രോസസ്ഡ് ഫർദർ? താഴെ പറയുന്ന ഇവിടെ കുറെ പ്രൊഡക്ട്സ് പറയുന്നുണ്ട് അല്ലെ, 4 പ്രൊഡക്ട്സ് പറയുന്നുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഫർദർ ആയിട്ട് പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നോക്കിയാലോ. ദ ഫോളോയിങ് ഡാറ്റ റിലേറ്റ്സ് ടു പ്രൊഡക്റ്റ് ജെ ആൻഡ് സി പ്രൊഡ്യൂസ്ഡ് ഫ്രം ജോയിന്റ് പ്രോസസ് അല്ലെ. ജോയിന്റ് പ്രോസസ്സിൽ പ്രൊഡക്റ്റ് ജെയും പ്രൊഡക്റ്റ് സിയും പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് എന്താ പറയുന്നത്, പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. കോമൺ കോസ്റ്റ് എത്രയാണ് മക്കളെ? സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ 710 ആണ്. വിച്ച് ആർ അപ്പോർഷൻ ചെയ്യുന്നത് പ്രൊഡക്ഷൻ വോളിയത്തിന്റെ ബേസിസിലാണ്. നമുക്ക് എത്രയ്ക്ക് ക്വാണ്ടിറ്റി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ഓഫ് പോയിന്റിലെ സെയിൽ പ്രൈസ്, ഫർദർ പ്രോസസിംഗ് കോസ്റ്റ് എത്രയാണ് വരുന്നത്, അതേപോലെ തന്നെ സെയിൽ പ്രൈസ് എത്രയാണ് ഫർദർ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം ഈ ഏത് പ്രോഡക്റ്റിൽ ഏതൊക്കെയാണ് ഫർദർ പ്രോസസ്സ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഫർദർ പ്രോസസ്സ് ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെ കാണാം, ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് പ്രോഫിറ്റബിൾ തരുന്നത്. അപ്പൊ നമ്മൾ ആ പ്രൊഡക്റ്റിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഫർദർ പ്രോസസ്സ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ നമുക്ക് ഓരോ പ്രൊഡക്റ്റുകൾ എടുത്താൽ ഏതൊക്കെ പ്രൊഡക്റ്റ് ഉണ്ട്? പ്രൊഡക്റ്റ് ഇ ഉണ്ട്, കെ ഉണ്ട് നമുക്ക്, അതേപോലെ തന്നെ എസ് ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, ഡബ്ല്യു ഉണ്ട് അല്ലെ. ഇത്രയും പ്രൊഡക്ട്സ് നമുക്ക് ഉണ്ട്. ഇനി നമുക്ക് ഓരോന്നിന്റെ സെയിൽ വാല്യൂ നമുക്ക് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിലത്തത് കാണാം അല്ലെ. സ്പ്ലിറ്റ് ഓഫ് പോയിന്റിലെ സെയിൽ വാല്യൂ മക്കളെ പറഞ്ഞു തന്നെ എത്രയാണ്? 50 കിലോഗ്രാം ആണ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് ഓഫ് പോയിന്റിലെ സെയിൽ എത്രയാണ്? സെയിൽ പെർ കിലോഗ്രാം 2.7. അപ്പൊ 50 ഇൻറ്റു 2.7 ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടുന്നത്? 135. സാർ ഡയറക്റ്റ് ആൻസർ ആണ് എഴുതുന്നത് കേട്ടോ. അടുത്ത മക്കളെ നോക്കിക്കേ, പ്രൊഡക്റ്റ് കെ എത്ര കിലോഗ്രാം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 100 ആണ്. ഇൻറ്റു എത്രയാണ് സ്പ്ലിറ്റ് ഓഫ് പ്രൈസ്? സ്പ്ലിറ്റ് ഓഫ് പോയിന്റിലെ പ്രൈസ് 2 ആണ് വരുന്നത്. അപ്പൊ എത്ര വരും? സെയിൽ 200 വരും. സെയിൽ എവിടെ? സ്പ്ലിറ്റ് ഓഫ് പോയിന്റിലെ ട്ടോ, സ്പ്ലിറ്റ് ഓഫിലുള്ള സെയിലാണ് നമ്മൾ കാണുന്നത്. 200 വരും. അടുത്ത പ്രൊഡക്റ്റ് എസ് എത്രയാണ്? 75 കിലോഗ്രാം ആണ്. എത്രയാണ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിലെ പ്രൈസ്? 1.8 ആണ്. അങ്ങനെയെങ്കിൽ അതിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 135 വരും. അടുത്ത മക്കളെ നോക്കിക്കേ, എത്രയാണ് പ്രൊഡക്റ്റ് ഡബ്ല്യു വരുന്നത്? 130 കിലോഗ്രാംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എത്രയാണ് സെല്ലിംഗ് പ്രൈസ്? 3.5 ആണ്. അത് ഇൻറ്റു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 455 കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ സെയിൽ, സ്പ്ലിറ്റ് ഓഫ് പോയിന്റിലെ സെയിൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അവിടെ വരുന്ന അപ്പോഷ്മെന്റ് കോസ്റ്റ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലെ. കോസ്റ്റുകൾ മൈനസ് ചെയ്യാം അല്ലെ. അപ്പോഷ്മെന്റ് കോസ്റ്റ് എങ്ങനെയാ മക്കളെ മൈനസ് ചെയ്യാം? സാർ ഇവിടെ വർക്കിംഗ് ആയത് അപ്പോഷ്മെന്റ് കോസ്റ്റ്, കോമൺ കോസ്റ്റ് അല്ലെങ്കിൽ അപ്പോഷ്മെന്റ് കോസ്റ്റ്. കോമൺ കോസ്റ്റ് ടോട്ടൽ വന്നത് എത്രയാ മക്കളെ? ക്വസ്റ്റ്യനിൽ എത്രയാണ്? 710 ആണ്. അതിനെ നമ്മൾ എങ്ങനെയാ അപ്പോഷൻ ചെയ്യുന്നത്? പ്രൊഡക്ഷൻ വോളിയത്തിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പോഷൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് എത്രയാണ് ടോട്ടൽ പ്രൊഡക്ഷൻ കിലോഗ്രാംസ് എത്രയാണെന്ന് അറിയാം. ടോട്ടൽ പ്രൊഡക്ഷൻ കിലോഗ്രാംസ് എത്രയാണെന്ന് മക്കളെ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാം? ടോട്ടൽ പ്രൊഡക്ഷൻ കിലോഗ്രാംസ് എത്രയാണെന്ന് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാം? ഇത് 4 ആഡ് ചെയ്ത് നോക്കിക്കേ. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 100, 100, 200, 70. ഓക്കെ, 355 യൂണിറ്റ്സ്, 355 കിലോഗ്രാം ആണ് നമ്മൾ എന്ത് ചെയ്തത്? ടോട്ടല് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ. അപ്പൊ കോമൺ കോസ്റ്റ് 710 ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഓരോ പ്രൊഡക്റ്റിലോട്ടും അലോക്കേറ്റ് ചെയ്യണം. എങ്ങനെയാ മക്കളെ അലോക്കേറ്റ് ചെയ്യുക? ആദ്യം സാർ ഈൻ്റെത് കാണിച്ചു തരാം. ഈ എത്ര കിലോഗ്രാം ഉള്ളത്? 50 കിലോഗ്രാം. ടോട്ടൽ എത്ര കിലോഗ്രാം ഉണ്ട്? ടോട്ടല് 355 കിലോഗ്രാം ഉണ്ട്. എത്രയാണ് നമുക്ക് അപ്പോഷൻ ചെയ്യേണ്ട കോസ്റ്റ്? 710. ഇത് മക്കളെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ 100 കിട്ടും. ഇനി മക്കളെ പ്രൊഡക്റ്റ് കെൻ്റെത് പറഞ്ഞ എങ്ങനെയാ? പ്രൊഡക്റ്റ് കെ എത്ര കിലോഗ്രാം ഉള്ളത്? 100 കിലോഗ്രാം ആണ്. എത്രയാണ് ടോട്ടൽ കിലോഗ്രാം നമുക്ക് മൊത്തം വരുന്നത്? 355 കിലോഗ്രാം ആണ്. എത്രയാണ് നമുക്ക് അപ്പോഷൻ ചെയ്യേണ്ട കോസ്റ്റ്? $710 ആണ്. അപ്പൊ എത്ര വരും കോസ്റ്റ്? 200 വരും. അടുത്ത മക്കളെ ഏതാ? പ്രൊഡക്റ്റ് എസ് ആണുള്ളത്. പ്രൊഡക്റ്റ് എസ് എത്രയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? 75 കിലോഗ്രാം ആണ്. ടോട്ടൽ എല്ലാ പ്രൊഡക്റ്റും കൂടെ എത്ര കിലോഗ്രാം ഉണ്ട്? 355 കിലോഗ്രാം ഉണ്ട്. എത്രയാണ് നമുക്ക് അപ്പോഷൻ ചെയ്യേണ്ട ജോയിന്റ് കോസ്റ്റ്? 710 ആണ്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 150 കിട്ടും. ഇനി മക്കളെ അടുത്ത് നോക്കിക്കേ, ഏതാ പ്രൊഡക്റ്റ്? ഡബ്ല്യു എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്. എത്രയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? 130 കിലോഗ്രാം ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ടോട്ടൽ നമ്മൾ പ്രൊഡക്റ്റ് എത്രയുണ്ട്? 135 കിലോഗ്രാം ഉണ്ട്. ഇൻറ്റു നമുക്ക് അപ്പോഷൻ ചെയ്യേണ്ട ഡോളർ എത്രയാണ്? 710 ആണ്. അങ്ങനെയെങ്കിൽ അത് എത്ര വരുന്നത് മക്കളെ? 260 ആണ്. ഇനി സാർ അപ്പോഷൻ ചെയ്ത കോസ്റ്റ് ഇവിടുന്ന് ഓരോ സ്ഥലത്ത് നിന്ന് മൈനസ് ചെയ്യട്ടെ. ഇൻ്റെത് എത്രയാണ്? 100 ആണ്. കെൻ്റെത് എത്രയാണ്? 200 ആണ്. എസിൻ്റെത് എത്രയാണ്? 150 ആണ്. ഡബ്ല്യുവിൻ്റെത് എത്രയാണ് വരുന്നത്? 260 ആണ്. ഓക്കെ ആണോ? ഇത്രയാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഗെയിൻ ഓർ ലോസ് നമുക്ക് കണ്ടൂടെ? ജെ ഓർ എൽ ഓരോന്നിന്റെ ഗെയിൻ ഓർ ലോസ് സാറിന് പറഞ്ഞു തന്നെ. 135 എന്ന് 100 പോയാൽ 35 ഗെയിൻ ആണ് ഇവിടെ. 200 200 പോയാൽ 0 ആണ് ഇവിടെ. ഗെയിൻ ഓർ ലോസ് അല്ല. 135 150 പോയാൽ 15 ലോസ് ആണ് എസിന്. ഡബ്ല്യുവിനാണെങ്കിലോ മക്കളെ
എത്രയാ വരുന്നത് 455 എന്ന് 260 പോയാൽ 195 ഗെയിനും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇനി എന്താ മക്കളെ നോക്കേണ്ടത്? ഫർദർ പ്രോസസ്സ് ചെയ്താലുള്ള എന്ത് ബെനിഫിറ്റ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഫർദർ പ്രോസസ്സിന്റെ ബെനിഫിഷ്യൽ വരുന്നത് നോക്കിയാലോ. ഫർദർ പ്രോസസ്സിന്റെ ബെനിഫിഷ്യൽ നോക്കാം. ആദ്യം നമുക്ക് ഫർദർ പ്രോസസ്സിന് എത്ര എക്സ്ട്രാ ഇൻകം കിട്ടും നോക്കാം. ഫർദർ പ്രോസസ്സിന് എത്ര സെയിൽ നമുക്ക് റവന്യൂ എക്സ്ട്രാ കിട്ടും എന്ന് നോക്കാം അല്ലെ. നമ്മളെ മക്കളെ ഫർദർ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാല് ഏത് പ്രൊഡക്റ്റ് ഇ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഫർദർ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ $4.2 വിൽക്കാം. പഴയ സ്പ്ലിറ്റ് ഓഫ് പോയിന്റിലാണെങ്കിൽ എത്രയേ പറ്റുള്ളൂ? 2.7 പറ്റുള്ളൂ. അപ്പൊ എത്രയാ മക്കളെ ലാഭം വരുന്നത്? എക്സ്ട്രാ എത്രയാ ലാഭം വരുന്നത്? 4.2 മൈനസ് 2.7 ചെയ്യുമ്പോൾ 1.5 ഓരോ യൂണിറ്റുമേലും ലാഭം വരും അല്ലെ. 1.5 അങ്ങനെ എത്ര കിലോഗ്രാം ഉണ്ട് ടോട്ടൽ? 1.5 ആണ് പെർ കിലോഗ്രാമിന് വരുന്നത്. ഇൻറ്റു എത്ര കിലോഗ്രാം ഉണ്ട് നമുക്ക് പ്രൊഡക്റ്റ്? ഈ 50 കിലോഗ്രാം ഉണ്ട്. അപ്പൊ നമുക്ക് 50 കിലോഗ്രാമിന്റെ സെയിൽ റവന്യൂ എത്ര കിട്ടും? 75 കിട്ടും. ഓക്കെ സാർ, എന്നാൽ സെയിൽ ഹാഫ് സെയിൽ എഴുതട്ടെ. ഇൻക്രിമെന്റൽ സെയിൽ ആഫ്റ്റർ ഫർദർ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്രിമെന്റൽ കിട്ടുന്ന സെയിലാണ് നമ്മൾ ഇതിന്. ഇൻക്രിമെന്റ് എത്രയാണ് എക്സ്ട്രാ വരുന്നാൻ പോകുന്നത്? അപ്പൊ പ്രൊഡക്റ്റ് ഇൻ്റെത് കിട്ടി 75 ആണ്. ഇനി നമുക്ക് അടുത്ത് കണ്ടാലോ? ഫർദർ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കെൻ്റെത് കാണാം മക്കളെ. എത്രയാ ഫർദർ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കെ വിൽക്കാൻ പറ്റുക? 2.25 വിൽക്കാൻ പറ്റുക. $2.25 വിൽക്കാം. അല്ലാതെ ഫർദർ പ്രോസസ് ചെയ്തില്ലെങ്കിൽ എത്രയേ കിട്ടുള്ളൂ? $25 അല്ല $2.5 കിട്ടുള്ളൂ. സോറി $2 കിട്ടുള്ളൂ അല്ലെ. എത്രയാണ്? $2 കിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ മക്കളെ ഇൻക്രിമെന്റ് ആയി എത്ര കിട്ടുന്നുണ്ട് നമ്മൾ ഫർദർ പ്രോസസ് ചെയ്യുന്നത് കാരണം നമുക്ക് എത്ര റവന്യൂ അല്ലെങ്കിൽ എത്ര സെയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? 0.25. അങ്ങനെയെങ്കിൽ മക്കളെ ടോട്ടൽ എത്ര ഇൻക്രിമെന്റ് സെയിൽ ഉണ്ടാവും? എത്ര സെയിൽ കൂടും? പ്രൊഡക്റ്റ് കെ വെക്കുന്നത് ബൈ 0.25 ആണ് 1 കിലോഗ്രാമിന് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത് അല്ലെ. 0.25 അല്ലേ. 0.25 ഇൻറ്റു എത്ര കിലോഗ്രാം ഉണ്ടടാ പ്രൊഡക്റ്റ് കെ? 100 കിലോഗ്രാം ഉണ്ട് അല്ലെ. 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25 ആണ് എക്സ്ട്രാ കിട്ടുന്ന സെയിൽ. ആരുടേത്? പ്രൊഡക്റ്റ് കെന്റെ സെയിൽ എക്സ്ട്രാ ഫർദർ പ്രോസസ് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നത് 25 ആണ്. ഇനി നമുക്ക് ഏതിൻ്റെത് കാണാം? കെ കഴിഞ്ഞാൽ അടുത്ത പ്രൊഡക്റ്റ് ഏതാ? എസ് ആണ് അല്ലെ. എസ് എത്രയാ മക്കളെ? ഫർദർ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാണ്? എസ് $2.05 ആണ്. മൈനസ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് സെയിൽ ചെയ്യുകയാണെങ്കിലോ $1.8 ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ എത്രയാ വരുന്നത്? 2.05 മൈനസ് 1.8 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 0.25 തന്നെ കിട്ടും അല്ലെ. $0.25 കിട്ടും. എത്രയാ മക്കളെ? എത്ര ടോട്ടൽ ഇൻക്രിമെന്റ്, ടോട്ടൽ വളരുന്ന സെയിൽ എങ്ങനെയാ നമ്മൾ കാണുക? എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡക്റ്റ് എസ് ഉള്ളത്? 75 യൂണിറ്റ്സ് ആണ്. 75 കിലോഗ്രാം ആണ്. ഇൻറ്റു എത്രയാണ് 1 കിലോഗ്രാമിന് കിട്ടുന്ന റവന്യൂ ഇൻക്രീസ് എത്രയാണ്? 0.25 ആണ്. ഇൻറ്റു 75 അല്ലേ. യെസ്. അപ്പൊ എത്രയാ വരുന്നത്? 18.75 ആണ് ഫർദർ പ്രോസസ് ചെയ്താൽ എക്സ്ട്രാ പ്രൊഡക്റ്റ് എസ് എന്ന് കിട്ടുന്ന ഇൻകം സെയിൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏതിൻ്റെത് കാണാം? പ്രൊഡക്റ്റ് ഡബ്ല്യുവിൻ്റെത് കാണാം അല്ലെ. ഡബ്ല്യു മക്കളെ ഫർദർ പ്രോസസ് ചെയ്താൽ എത്രയും വിൽക്കാം? $4 വിൽക്കാം. ഫർദർ പ്രോസസ് ചെയ്യാതെ സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ വിൽക്കുകയാണെങ്കിൽ $3.5. അപ്പൊ മക്കളെ ഇവിടെ എത്രയാ ലാഭം വരുന്നത്? 0.5 ആണ്. 1 കിലോഗ്രാമിൽ വരുന്ന സെയിലിന്റെ ഇൻക്രീസ് എത്രയാണ്? 0.5 ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ ഡബ്ല്യുവിന്റെ ടോട്ടൽ എത്ര ഇൻക്രീസ് ഉണ്ടെന്ന് എങ്ങനെ കാണാം? ടോട്ടൽ എത്ര കിലോഗ്രാം ഉണ്ട്? 130 കിലോഗ്രാം ഉണ്ട്. ഇൻറ്റു 1 കിലോഗ്രാമിന് ഇൻക്രീസ് ആവുന്ന സെയിൽ വാല്യൂ എത്രയാണ്? 0.5 ആണ്. അപ്പൊ 130 ഇൻറ്റു 0.5 ചെയ്താൽ എത്ര കിട്ടും? 65 ആണ് ഇൻക്രീസ് ചെയ്യുന്ന സെയിൽ വാല്യൂ. ഫർദർ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഡബ്ല്യു എത്ര ഇൻക്രീസ് ആവും മക്കളെ? എത്ര ഇൻക്രീസ് ആവും? 65 ഇൻക്രീസ് ആവും. ഓക്കെ ആണോ? ഇനി നമ്മൾ ഇവിടെ ഫർദർ പ്രോസസ് ചെയ്യാനായി മക്കളെ എന്ത് വരുന്നുണ്ട്? ഫർദർ പ്രോസസിംഗ് കോസ്റ്റ് വരുന്നില്ലേ? ഫർദർ പ്രോസസിംഗ് കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എങ്ങനെയാ മക്കളെ പ്രൊഡക്റ്റ് ആദ്യത്തെ ഇക്ക് എങ്ങനെയാ വരുന്നത് നോക്കാം. ഓക്കെ, ഫർദർ പ്രോസസ് കോസ്റ്റ് സാറ് കാണിച്ചേ. ഫർദർ പ്രോസസ് കോസ്റ്റ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഫർദർ പ്രോസസ് കോസ്റ്റ്. അപ്പൊ കണ്ടാലോ ഓരോ പ്രൊഡക്റ്റിന്റെ. ആദ്യം നമുക്ക് ഈന്റെ ഫർദർ പ്രോസസ് കാണാം. ഈന്റെ ഫർദർ പ്രോസസ് കോസ്റ്റ് എങ്ങനെയാ മക്കളെ പറയുന്നത്? എന്തായാലും $10 ഉണ്ട്. അതിന്റെ പുറമെ എന്തും കൂടെ ഉണ്ട്? 1 പെർ കിലോഗ്രാം കൂടെ ഉണ്ട്. $10 പ്ലസ് ഓരോ കിലോഗ്രാമിന് ഒന്നും. എത്ര കിലോഗ്രാം ഉണ്ട്? 50 കിലോഗ്രാം ഉണ്ട്. ഇൻറ്റു $1. അപ്പൊ എത്ര മക്കളെ ടോട്ടൽ വരിക? 16 വരും അല്ലെ. ഇതാണ് ആരുടെ കോസ്റ്റ്? ഈ ഉണ്ടാക്കാൻ ഫർദർ പ്രോസസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ്. അങ്ങനെയെങ്കിൽ മക്കളെ കെൻ്റെത് പറഞ്ഞേ. കെൻ്റെ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാം?
0.7 പെർ കിലോഗ്രാം. അതിന് നേരെ 0.7 ആണ് വരുന്നത്. എത്രയാണ്? 100 kg ആണുള്ളത് ഇൻറ്റു നേരെ 0.7 പെർ കിലോഗ്രാം വരും. അപ്പൊ എത്ര വരും ഇവിടെ ആൻസർ? 70 വരും കോസ്റ്റ് അല്ലെ. ഇനി പ്രൊഡക്റ്റ് എസിന്റെ പറഞ്ഞേ മക്കളെ, എത്രയാണ് പ്രൊഡക്റ്റ് എക്സിന്റെ കിലോഗ്രാം? എത്രയാണ്? 75 കിലോഗ്രാം ആണ് അല്ലെ. ഇൻറ്റു എത്രയാണ് മക്കളെ പെർ കിലോഗ്രാമിന് വരുന്ന ഇത് എത്രയാണ്? ഫർദർ പ്രോസസിംഗ് കോസ്റ്റ് 0.2 ആണ്. അങ്ങനെയെങ്കിൽ 0.2 ഇൻറ്റു 75 എന്ന് പറയുമ്പോൾ എത്ര വരും കോസ്റ്റ്? ഫർദർ പ്രോസസ് ചെയ്യാൻ പ്രൊഡക്റ്റ് എസ് 15 വരും. ഇനി മക്കളെ ഡബ്ല്യുവിന്റെ ഒന്ന് കണ്ടേ. ഡബ്ല്യുവിന്റെ നോക്കിക്കേ, 15 ഫിക്സഡ് ആയിട്ടുള്ള പ്ലസ് ഉണ്ട്, അതിന്റെ കൂടെ 0.25 പെർ കിലോഗ്രാം. അപ്പൊ $15 പ്ലസ് എത്ര 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 കിലോഗ്രാം ആണ് എസ് ഉള്ളത്, ഡബ്ല്യു ഉള്ളത്? 130 കിലോഗ്രാം ഇൻറ്റു പെർ കിലോഗ്രാമിന് എത്രയാണ് ഫർദർ പ്രോസസ് കോസ്റ്റ്? 0.25 ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ പറഞ്ഞ എത്രയാണ് ടോട്ടൽ വരിക? $15 പ്ലസ് 130 ഇൻറ്റു 0.25 എത്രയാ? 32.5. അങ്ങനെയെങ്കിൽ എത്ര വരും? 82.5 ആണ് ആരുടെ കോസ്റ്റ് വരുന്നത്? പ്രൊഡക്റ്റ് ഡബ്ല്യുവിന്റെ ഫർദർ പ്രോസസിംഗ് കോസ്റ്റ് വരുന്നത്. അപ്പൊ സാർ ഓരോന്ന് ഇവിടുന്ന് മൈനസ് ചെയ്യട്ടെ എക്സ്ട്രാ ഇൻകത്തിന്. ആദ്യത്തേതിന്റെ എത്ര മക്കളെ വരുന്നത്? ഫർദർ പ്രോസസ് കോസ്റ്റ് 60. ഫർദർ കോസ്റ്റ് എന്ന് സാർ എഴുതിക്ക്. ഫർദർ കോസ്റ്റ് എത്രയാ? 60. രണ്ടാമത്തതിന്റെ എത്ര വരുന്നത്? 70. മൂന്നാമത്തതിന്റെ എത്ര വരുന്നത്? 15. പിന്നെ നാലാമത്തെ ഡബ്ല്യുവിന് എത്രയാ വരുന്നത്? 82.5 അല്ലെ. അപ്പൊ മക്കളെ നോക്കിക്കേ, 75 60 പോയാ ഗെയിൻ ഓർ ലോസ് പറഞ്ഞേ എത്രയാ? 75 60 പോയാൽ കിട്ടുന്നത് 15 ആണ്. ഇനി ഇവിടുന്ന് 25 70 പോയാൽ എത്രയാ? ലോസ് അല്ലേ, നഷ്ടല്ലേ? 45 ആണ് അല്ലെ. അടുത്ത മക്കളെ 18.75 15 പോയാൽ എത്രയാ വരുന്നത്? 3.75 ആണ്. അടുത്ത മക്കളെ നോക്കിക്കേ, 65 82.5 പോയാൽ ഡബ്ല്യുവിന്റെ ലോസ് ആണ് എത്ര? 17.5. ഇനി മക്കളെ പറഞ്ഞേ ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫർദർ ആയി പ്രോസസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? ചെയ്യണം അല്ലെ. നമുക്ക് ഏതൊക്കെ ചെയ്യണം ഫർദർ ആയിട്ട്? ചെയ്യണം അല്ലെ. ചെയ്താൽ 15 പ്രോഫിറ്റ് ഉണ്ട്. പിന്നെ ഏതുവാ ചെയ്യേണ്ടത്? ഇയും ചെയ്യണം, പിന്നെ എസും ചെയ്യണം അല്ലെ. അപ്പൊ ഏതൊക്കെ മക്കളെ ആൻസർ? എ ആൻഡ് എസ് ഫർദർ പ്രോസസ് ചെയ്യാം. കാരണം ഈ രണ്ട് പ്രൊഡക്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് തരുന്നത്. ഫർദർ പ്രോസസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് തരുന്നത് ഈ രണ്ട് പ്രൊഡക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ സാറ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത മക്കളെ നോക്കിക്കേ, ഫോളോയിങ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് അല്ലെ. അവൈലബിൾ ഫോർ പ്രൊഡക്ഷൻ പ്രോസസ് ഫോർ ദ ലാസ്റ്റ് പീരീഡിലുള്ള നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. മെറ്റീരിയൽ ഇൻപുട്ട് ചെയ്തത് 200 കിലോഗ്രാം ആണ്. ഫിനിഷ്ഡ് ഗുഡ്സ് ആയി കിട്ടിയത് എത്രയാണ്? അതായത് ഔട്ട്പുട്ട് എത്രയാണ് മക്കളെ? 190 കിലോഗ്രാം. നോർമൽ ലോസ് എത്രയാണ് വരുന്നത്? ഇൻപുട്ടിന്റെ 50% ആണ്. അങ്ങനെയെങ്കിൽ നമ്മളോട് അബ്നോർമൽ ലോസ് ആണോ ഗെയിൻ ആണോ എന്നാണ് ചോദിച്ചത്. ഇൻപുട്ട് എത്രയാ മക്കളെ? 200 കിലോഗ്രാം അല്ലെ. അവിടുന്ന് നോർമൽ ലോസ് നമ്മൾ മൈനസ് ചെയ്യും. നോർമൽ ലോസ് എത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്? 200ന്റെ എത്ര പെർസെന്റേജ്? 15% ആണ്. 200ന്റെ 50% എത്ര വരിക? 200 ഇൻറ്റു 15% എത്രയാണ്? 13 കിലോഗ്രാം മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് കിട്ടും അല്ലെ. എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് കിട്ടും, എക്സ്പെക്ടഡ്. അപ്പൊ എത്രയാ മക്കളെ? 200 കിലോഗ്രാം 30 കിലോഗ്രാം പോയാൽ 170 കിലോഗ്രാം ആണ്. അവിടെ നിന്ന് മക്കളെ ആക്ച്വൽ എത്ര വന്നിട്ടുണ്ട്? നമുക്ക് ആക്ച്വൽ എത്ര വന്നിട്ടുണ്ട്? 190 കിലോഗ്രാം വന്നിട്ടുണ്ട്. അതായത് എക്സ്പെക്ട് ചെയ്തത് 170യും ആക്ച്വൽ വന്നത് 190യും. അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്? ദർ ഇസ് എ അബ്നോർമൽ ഗെയിൻ അല്ലേ. എത്ര കിലോഗ്രാം ഗെയിൻ വന്നിട്ടുണ്ട്? 20 കിലോഗ്രാം എക്സ്ട്രാ ഗെയിൻ വന്നിട്ടുണ്ട്. ഏതാ ആൻസർ? ഓപ്ഷൻ എ ആണ്. അടുത്ത മക്കളെ നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഫീച്ചേഴ്സ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്? പ്രോസസ് കോസ്റ്റിംഗിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന്? എന്തൊക്കെയാ മക്കളെ പ്രോസസ് കോസ്റ്റിംഗിന്റെ ഫീച്ചേഴ്സ്? ഒന്നാമത് നമുക്കറിയാം ഹോമോജീനിയസ് പ്രൊഡക്ട്സ് ആണ് ഉണ്ടാക്കുക അല്ലെ. പിന്നെന്താണ്? കസ്റ്റമർ ഡ്രൈവൺ പ്രൊഡക്ഷൻ ആണോ? കസ്റ്റമർ ഡ്രൈവൺ പ്രൊഡക്ഷൻ ആണോ? അല്ല. ഫിനിഷ്ഡ് ഗുഡ്സ് ആർ വാല്യൂഡ് അറ്റ് ആൻ ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റിൽ അല്ലെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ത് ചെയ്യുക? പ്രോസസ് കോസ്റ്റ് വാല്യൂ ചെയ്യുക. യെസ്. അപ്പൊ ഏതൊക്കെയാ ഓപ്ഷൻ മക്കളെ? ഇത് ജോബ് കോസ്റ്റിംഗ് ആണ് എന്ത്? കസ്റ്റമർ ഡ്രൈവൺ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അതറിയില്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്തത് എന്താ മക്കളെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? വാട്ട് വാസ് ദി ആക്ച്വൽ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ഓൺ ദ ജോബ്? ഈ ഒരു പ്രോഫിറ്റ് ലോസ് ആണോ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് പറഞ്ഞു കൊടുത്താലോ? ആക്ച്വൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ സാറ് എഴുതാണ്. എത്രാമത്തെ ക്വസ്റ്റ്യൻ? 260th ക്വസ്റ്റ്യൻ. അയ്യോ സോറി, 260ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമുക്ക് ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട് മക്കളെ. പ്രൈസ് മെയ്ഡപ്പ് ചെയ്തതും പ്രൈസ് കോട്ടഡ്, അതായത് ആക്ച്വലി സംഭവിച്ചതും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചത് എന്താണ്? ആക്ച്വല് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന്. അപ്പൊ നമുക്ക് ആക്ച്വൽ കോസ്റ്റ് എന്തൊക്കെയാ വന്നത് നോക്കാം. ഡയറക്ട് മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ആക്ച്വൽ എത്രയാണ് മക്കളെ? 120 കിലോഗ്രാം ആണ്. 120 കിലോഗ്രാം ആണ് ഇൻറ്റു 1 കിലോഗ്രാമിന് $4 ആണെങ്കിൽ എത്ര ആൻസർ വരിക?
480 കിലോഗ്രാം വരും അല്ലെ, 480 വരും അല്ലെ ഡോളർ. പിന്നെ മക്കളെ ഡയറക്റ്റ് ലേബർ വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ലേബർ എങ്ങനെയൊക്കെയാ വന്നത്? 3 അവേഴ്സിൻ്റെതും ഉണ്ട്, അതേപോലെ തന്നെ 3 അവേഴ്സിന്റെ എത്ര ഉണ്ട്? $10 വെച്ച്. അപ്പൊ എത്രയാ മക്കളെ കോസ്റ്റ് വരിക? 30. പിന്നെ ലേബർ അവേഴ്സ് എത്രയുള്ളത്? 20 അവേഴ്സിന് എത്ര വെച്ചിട്ട്? $5 വെച്ചിട്ട്. അങ്ങനെയെങ്കിൽ എത്ര വരും? 100 വരും. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബർ കോസ്റ്റും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കുള്ളത് ഹയർ ഓഫ് മെഷീൻ ആണ്. ഹയർ ഓഫ് മെഷീൻ ഇവിടെ പറയുന്നുണ്ട്. ഹയർ ഓഫ് മെഷീൻ ഇവിടെ പറയുന്നുണ്ട് മക്കളെ. ഹയർ ഓഫ് മെഷീന്റെ എങ്ങനെയാ പറയുന്നത്? 2 ഡേയ്സിന് 100 പെർ ഡേ വെച്ചിട്ടാ. അങ്ങനെയെങ്കിൽ എത്രയാ 2 ഡേയ്സിന് ആവുക? ഒരു ദിവസം 100 ആണെങ്കിൽ 2 ദിവസത്തേക്ക് 200 ആണ് ഹയർ ഓഫ് മെഷീൻ വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മക്കളെ ഓവർ ഹെഡ്സ് ആണ്. ഓക്കെ, ഓവർ ഹെഡ്സ് എങ്ങനെയാ മക്കളെ അലോക്കേറ്റ് ചെയ്യാം? ഇവിടെ ബഡ്ജറ്റ് രീതിയിൽ പറയുന്നുണ്ട്. ഓവർ ഹെഡ് അലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? 8 പെർ അവർ ആണ്. ഇതിൽ ഓവർ ഹെഡ് ബഡ്ജറ്റ് ചെയ്തത് എത്രയാണ്? 20 അവേഴ്സ് ആണ്. ഒരു അവറിന് എത്ര വെച്ചിട്ട്? 8 വെച്ചിട്ട്. ഓക്കെ, ഒരു അവറിന് എത്ര വെച്ചിട്ടാണ്? 8 വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അലോക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യും ഇവിടെ എന്തെന്നാണ് ഓവർ ഹെഡ് അലോക്കേറ്റ് ചെയ്യുന്നത്? അവർ ബേസിസിലാണെങ്കിൽ ഇവിടെ എന്ത് മാത്രമേ അവർ ബേസിസിലുള്ളൂ? ഡയറക്റ്റ് ലേബർ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ബേസിസിലാണ് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി മക്കളെ എത്ര ലേബർ അവേഴ്സ് വന്നിട്ടുണ്ട്? 3 + 2 23 ലേബർ അവേഴ്സ് വന്നിട്ടില്ലേ? അപ്പൊ 23 അവേഴ്സ് വന്നിട്ടുണ്ട് ഇൻറ്റു നമ്മൾ ഒരു ലേബർ അവറിന് അബ്സോർബ് ചെയ്യുന്ന ഓവർ ഹെഡ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് $8 ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ എത്രയാണ് 23 × 8 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 184 ആണ്. ഓക്കെ ആണോ? 184 ആണ്. അവിടുന്ന് മക്കളെ നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. ടോട്ടൽ എത്രയാ കോസ്റ്റ് വരുന്നത്? 994 ആണ്. എത്രയാണ് ടോട്ടൽ കോസ്റ്റ്? 994 ആണ്. നമ്മൾ പ്രൈസ് കോട്ട് ചെയ്തത്, നമ്മൾ വിറ്റത് എത്രയാ മക്കളെ? വിറ്റത് എത്രയാണ്? പ്രൈസ് കോട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? പ്രൈസ് നമ്മൾ സെല്ല് ചെയ്ത പ്രൈസ്. നമ്മൾ സെല്ല് ചെയ്ത പ്രൈസ് അല്ലെങ്കിൽ SP എന്ന് കൊടുക്കാൻ സാറ് നമ്മൾ സെല്ല് ചെയ്തത് 942 മക്കളെ. 942 വിറ്റു. എത്ര രൂപ കോസ്റ്റ് ഉള്ളത്? 994 കോസ്റ്റ് ഉള്ള സാധനം നമ്മൾ 942 വിറ്റു. അപ്പൊ അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടാവുക? ലോസ് ആണ് ഉണ്ടാവുക. എത്ര? 52. ദർ ഇസ് എ ലോസ് ഓഫ് 52. ഓക്കെ ആണോ? സെറ്റ് ആണോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ മക്കളെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 261 സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മക്കളെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. എ ബിസിനസ് ഓപ്പറേറ്റ് ജോബ് കോസ്റ്റിംഗ് സിസ്റ്റം ആൻഡ് പ്രൈസസ് ഇറ്റ്സ് ജോബ്സ് ബൈ ആഡിംഗ് 10% ടു ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ ജോബ്. അതായത് ഇവിടെ മക്കളെ പ്രൈസ് ചാർജ് ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റിലോട്ട് 10% ഇവർ ആഡ് ചെയ്തിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, പ്രൈം കോസ്റ്റ് ജോബിന്റെ എത്രയാണ്? 2840 ആണ്. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് മക്കളെ 45 ഡയറക്റ്റ് ലേബർ അവേഴ്സ് ആണ് ഈ ഒരു ജോബ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ദ ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് അബ്സോർബ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലാണ്? ഡയറക്റ്റ് ലേബർ അവേഴ്സിന്റെ ബേസിസിലാണ്. ബഡ്ജറ്റ് ചെയ്ത ഓവർ ഹെഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? ബഡ്ജറ്റ് ചെയ്ത ഫിക്സഡ് ഓവർ ഹെഡ് $5,000 ബഡ്ജറ്റ് ചെയ്ത ലേബർ അവർ എത്രയാണ്? 500 ആണ്. നമുക്ക് അപ്പൊ ആദ്യം എന്ത് കാണാം? OAR കാണാം. ഓവർ ഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എങ്ങനെയാ കാണാം? ഓവർ ഹെഡ് അബ്സോർബ്ഡ് എത്രയാണ്? ഫിക്സഡ് ഓവർ ഹെഡ് അബ്സോർബ്ഡ് എത്രയാണ്? 5,000 ഡിവൈഡഡ് ബൈ എത്രയാണ്? ബഡ്ജറ്റഡ് ലെവൽ ഓഫ് ആക്ടിവിറ്റി. ബഡ്ജറ്റഡ് ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടും? ബഡ്ജറ്റ് ചെയ്ത ഫിക്സഡ് ഓവർ ഹെഡ് എത്രയാ? 5,000 ഡിവൈഡഡ് ബൈ 500 എത്ര വരും? 10 ആണ് പെർ അവർ നിങ്ങൾ ഓവർ ഹെഡ് എന്ത് ചെയ്യേണ്ടത്? അലോക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഓരോ കോസ്റ്റുകൾ ടോട്ടൽ കണ്ടാലോ അല്ലെ. ആദ്യം നമുക്ക് പ്രൈം കോസ്റ്റ് വരും അല്ലെ. പ്രൈം കോസ്റ്റ് എത്രയാ മക്കളെ ഇവിടെ വരുന്നത്? 2840 ആണ് ഈ ജോബിന്. നമ്മളോട് എന്താ ചോദിച്ചത്? വാട്ട് ഷുഡ് ജോബ് സോൾവ് ഫോർ? ഈ ജോബ് എത്രയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? 2840. ഇനി മക്കളെ അടുത്ത് നോക്കിക്കേ. ഫിക്സഡ് ഓവർ ഹെഡ് എത്രയാ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്? ഫിക്സഡ് ഓവർ ഹെഡ് ഒന്ന് പറഞ്ഞേ. എത്ര അവേഴ്സാ ടോട്ടൽ ഡയറക്റ്റ് ലേബേഴ്സ് വരുന്നത്? എത്രയാണ്? 45 ലേബർ അവേഴ്സ് അല്ലേ? ഇൻറ്റു എത്രയാണ് നമ്മൾ ഡോളർ അലോക്കേറ്റ് ചെയ്യുന്നത് പെർ അവർ? 10. അങ്ങനെയെങ്കിൽ എത്ര വരും? 450 വരും. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര എന്ത് കിട്ടും? പ്രൊഡക്ഷൻ കോസ്റ്റ് കിട്ടും. എത്രയാണ് വരിക? 3290 ആണ്. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് മക്കളെ ടോട്ടൽ കോസ്റ്റിനിലേക്ക് 10% കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അല്ലെ. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 3290 ആണ് അല്ലെ. 3290ന്റെ എത്ര പെർസെന്റേജ്? 10% എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? 329 ഉണ്ടാവും അല്ലെ. അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും മക്കളെ? 3290 പ്ലസ് 329. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? രണ്ടും കൂടെ 3619 ആണ് നമ്മൾ ഈ ഒരു ജോബ് എന്ത് ചെയ്യാൻ പറ്റുക? സെയിൽ ചെയ്യാൻ പറ്റുക. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? എ കമ്പനി ഓപ്പറേറ്റ് എ ജോബ് പോസ്റ്റിംഗ് സിസ്റ്റം. ജോബ് 874 റിക്വയർ 110 അവേഴ്സ് ഓഫ് 110 അവേഴ്സ് ഓഫ് ലേബർ വേണം. എത്രയാണ് ലേബറിന് കൊടുക്കേണ്ടത്? 8 പെർ അവർ ആണ്. മെറ്റീരിയൽ ആൻഡ് അതർ എക്സ്പെൻസ് എമൗണ്ട് ചെയ്തു എത്രയാണ്? 1700 ആണ്.
there are 3 employees whose basic hours are 30 hours a week. അതായത് 3 എംപ്ലോയീസിന്റെ അവേഴ്സ് മക്കളെ, ഒരാഴ്ചത്തേക്ക് 30 ബേസിക് അവേഴ്സ് കേട്ടോ. ഓൾ വർക്ക് ഈസ് ടു ബി കംപ്ലീറ്റഡ് ഇൻ 1 വീക്ക് അറ്റ് ദ സ്പെസിഫിക് റിക്വസ്റ്റ് ഓഫ് ദ കസ്റ്റമർ. നമ്മൾ അക്കൗണ്ടിങ് ഫോർ ലേബറിൽ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു കസ്റ്റമർക്ക് സ്പെസിഫിക് ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് കൊടുക്കുന്ന പ്രീമിയം എന്തായിരിക്കും, നമ്മൾ ഡയറക്ട് കോസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് അല്ലെ. ഓവർ ടൈം ഈസ് പെയ്ഡ് അറ്റ് ടൈം ആൻഡ് എ ക്വാർട്ടർ. അതായത് ഓവർ ടൈം പേ ചെയ്യുന്നത് ടൈമിന്റെ 1/4 ക്വാർട്ടർ ആണ് പേ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ടാലോ മക്കളെ, ബേസിക് അവേഴ്സ് ആദ്യം കാണാം. നമുക്ക് എത്രയാണ് ബേസിക് അവേഴ്സ് എന്ന് നമുക്ക് കാണാം. ഒന്ന് നോക്കിക്കേ, എത്രയാണ് മക്കളെ ബേസിക് പേ? ബേസിക് അവേഴ്സിന് കൊടുത്ത പേ എത്രയായിരിക്കും? നമുക്ക് എന്താ ചോദിച്ചത്, വാട്ട് ഈസ് ദ ടോട്ടൽ ഡയറക്ട് ലേബർ കോസ്റ്റ് മാത്രം കാണാനാ. ബേസിക് അവേഴ്സിന് എത്ര കൊടുത്തിട്ടുണ്ടാവും? 110 മണിക്കൂർ എല്ലാവരും ബേസിക് ആയി പണിയെടുത്തിട്ടുണ്ട്. എത്രയാണ് ബേസിക് അവേഴ്സിന് കൊടുക്കുന്ന ഡോളർ റേറ്റ്? $8 ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ എത്രയാണ് ടോട്ടൽ വരുന്നുണ്ടായിരിക്കുക? $880 വരും. ഇത് എല്ലാവർക്കും ഓക്കെ ആണോ? ഇനി നമുക്ക് ഓവർ ടൈമിന്റെ അവേഴ്സ് കാണണം മക്കളെ. എന്ത് കാണണം? ഓവർ ടൈമിന്റെ അവേഴ്സ്. ഓവർ ടൈം അവേഴ്സ് കാണണം. എങ്ങനെയാ മക്കളെ ഇവിടെ ഓവർ ടൈം എത്ര പണിയെടുത്തെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ഓവർ ടൈം പ്രീമിയം കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. ഓവർ ടൈം അവേഴ്സ് എങ്ങനെയാ കാണുക? ടോട്ടൽ മക്കളെ എത്ര അവേഴ്സ് ഉള്ളത്? 110 ആണ്. ടോട്ടൽ അവേഴ്സ് 110 ആണ്. ഓക്കെ, ഈ 110 പറയുന്നുണ്ട് 3 എംപ്ലോയീസിന്റെ ബേസിക് അവേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരാഴ്ചത്തേക്ക് 30 ആണ്. അങ്ങനെയെങ്കിൽ മക്കളെ 3 × 30 ചെയ്ത് ബാക്കിയുള്ള സമയം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ബാക്കിയുള്ള സമയം ഓവർ ടൈം ആയിരിക്കില്ലേ? ടോട്ടൽ ടൈമിന്റെ 110 ആണ് മൈനസ് 3 × 30 എത്രയാണ്? 90. അപ്പൊ 90 അവേഴ്സ് ആണ് ബേസിക് ആയി വന്നത്. ടോട്ടൽ എടുക്കുന്നു. ടോട്ടൽ 110 മണിക്കൂറുണ്ട്, അതിൽ 90 മണിക്കൂറാണ് എന്തായി വന്നത്? ബേസിക് ആയി വന്നത്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള 20 മണിക്കൂർ എന്താ മക്കളെ? ഓവർ ടൈം അല്ലേ? യെസ്, ഓവർ ടൈം കിട്ടി. എത്ര അവേഴ്സ് ആണ്? 20 അവേഴ്സ് ആണ്. അപ്പൊ ഓവർ ടൈമിന് പൈസ കൊടുക്കണ്ടേ? ഓവർ ടൈമിന് നമ്മൾ എന്ത് ചെയ്യണം? പൈസ കൊടുക്കണം അല്ലെ. ഓവർ ടൈമിന് എങ്ങനെയാ പൈസ കൊടുക്കുക? ഓവർ ടൈമിന് മക്കളെ പറഞ്ഞേ, ഓവർ ടൈമിന് എത്രയും കൂടി കിട്ടും? 20 അവേഴ്സിനുള്ളത് കിട്ടും. 8ന്റെ കൂടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ കൊടുക്കുന്നത്? ടൈം ആൻഡ് ക്വാർട്ടർ എന്ത് കൊടുക്കും? സാധനം കൊടുക്കും. ക്വാർട്ടർ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ 1/4 കൂടെ കൊടുക്കും. അപ്പൊ നമുക്ക് എത്ര ആൻസർ വരിക? ഒന്ന് നോക്കിക്കേ. 20 × 8 × 1/4 എത്ര ആൻസർ വരും മക്കളെ? 40 അല്ലെ. 1/4 അല്ലെ, ക്വാർട്ടറും കൂടെ അല്ലേ കൊടുക്കുന്നത്. അപ്പൊ മക്കളെ എത്ര വരും? ടോട്ടൽ ആൻസർ 920 വരും. ഏതാ? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ ആണോ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓവർ ടൈം പേ ചെയ്യുന്നത് എങ്ങനെയാണ്? ടൈമിന്റെ ക്വാർട്ടർ വെച്ചിട്ടാണ്. നമുക്ക് ഒരു അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ മക്കളെ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ മക്കളെ ഏതൊക്കെയാണ് സർവീസ് ഇൻഡസ്ട്രിയെ കൺസിഡർ ചെയ്യുന്നത് എന്ന്? എയർലൈൻ കമ്പനി സർവീസ് ഇൻഡസ്ട്രിയാണ്. റെയിൽവേസ് കമ്പനി സർവീസ് ഇൻഡസ്ട്രിയാണ്. മക്കളെ എ ഫേം അക്കൗണ്ടൻസ് ഉള്ളത് അവരെന്താ ചെയ്യുന്നത്? സർവീസ് തന്നെയല്ലേ? യെസ്, ഓൾ ഓഫ് ദം സർവീസ് ഇൻഡസ്ട്രിയാണ്. അടുത്ത മക്കളെ നോക്കിക്കേ. വിച്ച് 2 ഓഫ് ദ ഫോളോയിങ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസ് കോസ്റ്റിംഗ്? സർവീസ് കോസ്റ്റിംഗിന്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണ് മക്കളെ? ഹൈ ലെവൽ ഓഫ് ഇൻഡയറക്ട് കോസ്റ്റ് ആസ് എ പ്രൊപ്പോർഷൻ ടു ടോട്ടൽ കോസ്റ്റ്. ശരിയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സർവീസ് കോസ്റ്റിന് എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക? ഇൻഡയറക്ട് കോസ്റ്റുകളായിരിക്കും. യൂസ് ഓഫ് ഇക്വലന്റ് യൂണിറ്റ്സ്. ഇക്വലന്റ് യൂണിറ്റ്സ് ആണോ? അല്ല, കോമ്പോസിറ്റ് യൂണിറ്റ്സ് ആണല്ലേ നമ്മൾ യൂസ് ചെയ്യുക. സർവീസ് ഇൻഡസ്ട്രീസ് എന്താ? കോമ്പോസിറ്റ് യൂണിറ്റ്സ് അല്ലേ യൂസ് ചെയ്യുക. എങ്ങനെ? റൂം പെർ റേറ്റ്, ഒക്യുപ്പൻസി റേറ്റ്, അതിനേക്കാണ് നമ്മൾ എന്ത് പേര് പറയാം? കോമ്പോസിറ്റ് യൂണിറ്റ്സ് എന്ന് പേര് പറയാം അല്ലെ. 2 എണ്ണം കിട്ടിയില്ലേ? അടുത്ത മക്കളെ നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ലൈക്ലി ടു ബി യൂസ്ഡ് ഇൻ എ ഹോസ്പിറ്റൽ റൺ ബൈ എ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ? താഴെ പറയുന്നവയിൽ നമ്മൾ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ റൺ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ നോക്കാനായി ഉപയോഗിക്കാത്തത് ഏതെന്ന്? കോസ്റ്റ് പെർ പേഷ്യന്റ് നോക്കും മക്കളെ, കോസ്റ്റ് പെർ ബെഡ് നോക്കും. പിന്നെ എന്താ മക്കളെ നോക്കാത്തത്? ബെഡ് ത്രൂപുട്ട് നോക്കും, പ്രോഫിറ്റ് നോക്കൂല. കാരണം എന്താ? ഇതൊരു ചാരിറ്റബിൾ ഫൗണ്ടേഷനാ. ചാരിറ്റബിൾ ഫൗണ്ടേഷനിൽ പ്രോഫിറ്റ് നോക്കുവോ? ഇല്ല, പ്രോഫിറ്റ് പെർ പേഷ്യന്റ് നോക്കത്തില്ല അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണോ?